യൂട്യൂബറായ അഖിൽ മാരാറിലേക്കാണ്. നമുക്കറിയാം അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്നായിരുന്നു മുമ്പ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസിൻ്റെ സീറ്റിനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുകയും അത് കിട്ടാതെ വരികയും പിന്നീട് 2020 പോവുകയും അവരെ തൃക്കാക്കര സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്തു. അദ്ദേഹം മത്സരിച്ചു, 3-ാം സ്ഥാനത്തെത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ അവകാശവാദങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് 2020 തന്നെ പറ്റിക്കുകയാണ്, അതിൻ്റെ ചെയർമാൻ സാബു ജേക്കബ് അടക്കം തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മുമ്പ് ഇതിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്ന കൊട്ടാരക്കര സീറ്റ് അല്ലെങ്കിൽ തൃപ്പൂണിത്തറ, ഈ 2 സീറ്റുകളായിരുന്നു. പിന്നീട് ഇതിൽ നിന്നും തന്നെ വിദഗ്ധമായി ഒഴിവാക്കുകയും തനിക്ക് മറ്റൊരു മണ്ഡലം തൃക്കാക്കരയാണ് തന്നതും. തൻ്റെ ഇവിടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് പിടിക്കാൻ പോലും ആകെ 2 പേർ മാത്രമാണ് ആ പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന. ഇതിന് വേണ്ടിയിട്ട് തൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ വരെ ഒഴിവാക്കേണ്ടി വന്നു. അത്തരത്തിൽ കുറേ കഷ്ടപ്പാടുകൾ ഈ പാർട്ടിയിൽ ചേർന്ന് മൂലം സഹിക്കേണ്ടി വന്നു. ഇപ്പോഴാണെങ്കിൽ സാബു ജേക്കബ് തൻ്റെ ഫോൺ എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതികരിക്കാനോ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാനോ പോലും തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പദവി 2020 ചോദിച്ചിട്ട് അതും അദ്ദേഹം തന്നില്ല. ഇങ്ങനെ നിരവധി കാരണങ്ങളും ആരോപണങ്ങളും 2020-ക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി വിടുകയാണ്. അദ്ദേഹം 2020-ൽ ചേർന്നതിന് ഒരു രസകരമായ കാരണവും പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു BJPയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. നമുക്കറിയാം ഈ യൂട്യൂബറായ അഖിൽ മാരാർ ഏതൊക്കെ തരത്തിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അവർ സ്വതന്ത്രനായി നിൽക്കുകയും ജനങ്ങളിൽ നിന്ന് അത്തരത്തിൽ BJPയുടെ ആളാണ് എന്ന തരത്തിലുള്ള തോന്നൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് അങ്ങനെ നിന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേക്കാണ് അജിംസ്, ഈ അഖിൽ മാരാരെക്കുറിച്ച് നമുക്കറിയാം, എങ്ങനെയാണ് അദ്ദേഹം കടന്നു വന്നതും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നിലനിന്നതെന്നുള്ള. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനം വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ CJPയുടെ പ്രൊട്ടസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇൻസ്റ്റയുടെ ഒരു വൈബ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള ഒരു യൂത്തിൻ്റെ പൾസ് എന്താണെന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിലാണ് ഞാനിതാ 2020 ആയിട്ടുള്ള എല്ലാ ബന്ധവും വിടുന്നു, ഞാൻ അത്തരക്കാരനൊരാളെ അല്ല എന്ന് പറയും. എങ്ങനെയാണ്? എനിക്ക് സുകേഷിൻ്റെ ഈ ചോദ്യത്തോട് പണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിഷാരടി പറഞ്ഞ മറുപടിയാണ് പറയാനുള്ളത്. ഇപ്പോൾ അഖിൽ മാരാർ ചെയ്യുന്നതിനോട് നമ്മളിപ്പോൾ പ്രതികരിക്കണം, അത് 1 വർഷം കഴിഞ്ഞിട്ട് പ്രതികരിച്ചാൽ മതിയോ? പിഷാരടി അങ്ങനെയാണ് ചോദിച്ചത്. കാരണം ഇന്ന് പറയുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹം 1 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന അഭിപ്രായം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയാനാണ്? ഈ അഖിൽ മാരാരെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ബിഗ് ബോസിന് ശേഷം അദ്ദേഹം വളരെ വോക്കലായിട്ട് ഒച്ച വെച്ച് സംസാരിക്കും, എന്തൊക്കെയോ പറയേണ്ട സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചില സമയത്ത് അദ്ദേഹം പറയും ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയും, ചില സമയത്ത് BJPക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ ഞാൻ BJP അല്ല എന്ന് പറയും, ഞാൻ കോൺഗ്രസ്സും അല്ല എന്ന് പറയും. എന്തൊക്കെയോ പിണറായിക്കെതിരെ പറയലായിരുന്നു പ്രധാനപ്പെട്ട പണി. കാരണം പിണറായിക്കെതിരെ പറഞ്ഞ ട്രാക്ഷൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട്. ആ സമയത്ത് ഈ അഖിൽ വരുന്ന സമയത്ത് ഈ ഇൻസ്റ്റയൊക്കെ മുഴുവനായും പിണറായി വിരുദ്ധത കൊണ്ട് നിറഞ്ഞ സമയമാണ്. പിണറായിക്കെതിരായിട്ടുള്ള രോഷമാണ് ഇൻസ്റ്റയിലെ റീലുകളുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്, കമൻറ്റുകളൊക്കെ വായിച്ച് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ പിണറായി പറ്റി പറയാം, അതാണ് ട്രാക്ഷൻ ഉണ്ടാവുന്ന നേരത്തിൽ പിണറായി പറ്റി പറയുന്നു. കുറച്ച് നേരം കോൺഗ്രസ്സുകാരനാവുന്നു, കുറച്ച് നേരം BJPക്കാരനാവുന്നു, ഇപ്പോൾ പറയുന്ന അഭിപ്രായം പിന്നെ മാറ്റി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ പറയുകയാണ് സാബു ജേക്കബിനെതിരെ പറയുന്ന ആൾ ചിലപ്പോൾ സാബു എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും റിയാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2020 എന്ന പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിലെന്താണ് പറയാനുള്ളത്? അതിന് കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടോ 2020? 2020 എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം പാർട്ടിയാണ്. അത് കൂടിപ്പോയ ചാലക്കുടി വരെയോ അല്ലെങ്കിൽ കോതമംഗലം വരെയൊക്കെ അതിന് ആളുണ്ടാവും. എന്നല്ലാതെ കൊട്ടാരക്കര കൊല്ലം ജില്ലാ കമ്മിറ്റി ഉണ്ടാകാൻ 2020 കൊല്ലത്തുണ്ടോ? അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതിനൊക്കെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാനാണ്? അതിനോട് എന്ത് റിയാക്ട് ചെയ്യണം? ഇനി 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആകാൻ വേണ്ടിയാണോ മൂപ്പര് 2020 ചേർന്ന് ഇലക്ഷൻ മത്സരിച്ചത്? അതൊന്നുമല്ല. അതായത് പുള്ളി നോക്കുമ്പോൾ എന്താണ്, NDAയുടെ ഒരു ഘടകകക്ഷിയിൽ ചേർന്നാൽ BJP കുറേ കാശ് ഇറക്കും, BJP കുറേ പൈസ ഇറക്കും. അപ്പോൾ തൽക്കാലം ഒരു 10 കൊല്ലത്തേക്കുള്ള പൈസ ഉണ്ടാക്കാം എന്ന് കരുതി തന്നെയാണ്. അല്ലാണ്ട് 2020 എന്നിട്ട് തൃക്കാക്കര ജയിക്കുമെന്ന് കരുതിയാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചത്. പക്ഷേ ബൈക്ക് വിറ്റു മറ്റേ ഇപ്പോൾ കൊട്ടാരക്കര സീറ്റ് കൊട്ടാരക്കരയും തൃപ്പൂണിത്തറ നിന്നാൽ പുള്ളി ജയിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? പുള്ളി പറയുന്നത് ചിലപ്പോൾ ഞാൻ 2ാം സ്ഥാനം കൊട്ടാരക്കരയിൽ പിടിച്ചേക്കാം. ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷം പോലും കിട്ടിയിട്ടില്ല അയാൾക്ക് വോട്ടായിട്ട്. ഉമാ തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും കിട്ടിയിട്ടില്ല വോട്ടായിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഇത് ജയിക്കുമെന്ന് കരുതിച്ചത്. അതൊന്നുമല്ല. അതായത് NDAയിൽ മത്സരിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം നമ്മൾ കണ്ടാണ്. ഇപ്പോൾ വരുന്ന പുറത്തു വന്ന വാർത്തകൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. മത്സരിക്കാത്തവർ പോലും കാശുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മത്സരിക്കുന്നവർ അല്ലാണ്ട് കാശുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൈസ കിട്ടുമെന്ന് കരുതി. പക്ഷേ എന്ത് ചെയ്തു? ചതിയിൽ വഞ്ചന കാണിച്ചു BJP. കാരണം BJPക്കാരെന്ത് ചെയ്തു? 2020 പൈസ കൊടുത്തില്ല. അവർക്കറിയാമല്ലോ 2020 കാശ് കൊടുത്തിട്ട് എന്താ കാര്യം? അവരാരും ജയിക്കാൻ പോകുന്നത്, അവർ ജയിക്കാൻ വേണ്ടി നിർത്തിയതുമല്ല. പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ 2020 എവിടെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ടവർക്ക് വലിയ വോട്ടൊക്കെ ഉണ്ടായിരുന്ന ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇവർ കൊണ്ട് 2020 മത്സരിപ്പിച്ചത്. അപ്പോൾ അത് ജയിക്കാൻ വേണ്ടിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അവരാരോ സഹായിക്കാൻ വേണ്ടി 2020 സ്ഥാനത്തിൽ നിർത്തി. അപ്പോൾ അവിടെ പൈസ അവർ ഇറക്കില്ല. ആ പൈസയൊക്കെ BJPക്കാരൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാശ് കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഇലക്ഷൻ മത്സരിച്ചപ്പോൾ കുറേ കാശ് കിട്ടുമെന്ന് വിചാരിച്ചു, അത് കിട്ടിയില്ല. സാബുവും കൊടുത്തില്ല, BJPയും കൊടുത്തില്ല. അവസാനം മത്സരിക്കാൻ വേണ്ടി 20 ലക്ഷത്തിൻ്റെ ബൈക്ക്, അതെന്താ ഹാർലി ഡേവിഡ്സൺ ആണോ? എനിക്കറിയാം. 20 ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ വിറ്റു എന്നാണ് കേൾക്കുന്നത്. 20 ലക്ഷത്തിൻ്റെ ബൈക്കൊക്കെ ഉണ്ടോ?
എനിക്കറിയില്ല. കാണുമായിരിക്കും. ഉണ്ട്. അത് വണ്ടി ഉണ്ട് എന്തായാലും. ഇല്ല, ഞാൻ 20 ലക്ഷത്തിൻ്റെ കാർന്നാ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പൈസയാണ് പ്രശ്നം. ഇലക്ഷൻ മത്സരിക്കാൻ അതൊക്കെ വിൽക്കേണ്ടി വന്നു. പുള്ളി വിചാരിച്ച ബെൻസ് വിറ്റിട്ട് ഒരു EV ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങി. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയത് കാശ് കിട്ടിയത് കൊണ്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അത് നിഷേധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ബെൻസ് വിറ്റിട്ടാണ്. ഓക്കെ, എന്തോ ആട്ടെ, സംഭവം ഇതാണ്. ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷ കാശ് കിട്ടിയില്ല, BJP തന്നില്ല, സാബു ചോദിച്ചിട്ട് സാബുവും കൊടുത്തില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞപ്പോൾ പുള്ളി മൂപ്പരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിൽക്കുക, നാളെ ട്രെൻഡ് ഓർമ്മ അതിൻ്റെ ഒപ്പം നിൽക്കുക. അതിനോട് നമ്മൾ എന്ത് റിയാക്ട് ചെയ്യാനാണ് സുരേഷ്? യെസ്, പ്രമോദ് സാർ, ഇതിൽ പുള്ളി എന്ന് പറഞ്ഞതിലൊരു കാര്യം, ഞാനൊരു വർഗീയവാദിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, മതേതര മൂല്യങ്ങളുള്ളൊരു സ്വതന്ത്രൻ, അതിന് വേണ്ടിയിട്ടാണ് 2020 നിന്നതെന്ന്. അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യം, ഈ പേളിയുമാണ് ഇപ്പോഴത്തെ ഈ പ്രൊട്ടസ്റ്റും അതിനെതിരെയുള്ള അവരുടെ കമൻറ്റും വന്നപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ട ഫോളോവേഴ്സിൻ്റെ പറയുന്നുണ്ട്, പുള്ളിക്ക് നഷ്ടപ്പെട്ട ഫോളോവേഴ്സിൻ്റെയും പറയുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ട്രെൻഡ് അനുകൂലമാക്കിയിട്ട് ആ ട്രെൻഡിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കളം മാറ്റി ചവിട്ടുന്നു. അത് തന്നെ, അത് ഇപ്പോൾ ഈ പിന്നെ അജിംസ് പ്രകടിപ്പിച്ച ആ പുച്ഛം ഞാനും പങ്കുവയ്ക്കുകയാണ്. പക്ഷേ എൻ്റേത് പുച്ഛമല്ല, സാധാരണ വാട്ടവർ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വളരെ കുറച്ചേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ എന്നാൽ മനസ്സിലാക്കിയെടുത്തോളം സിഗേഷ് പറഞ്ഞതും അജിംസ് പറഞ്ഞതും തന്നെയാണ് അതിൻ്റെ പിന്നെ വശങ്ങൾ. ഇതിൽ അങ്ങൊരു ഇന്ന് സംസാരിക്കുന്ന ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഇവർ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്ന കാര്യമുണ്ടല്ലോ. അതായത് ഈ 19 മണ്ഡലങ്ങളിലൊക്കെ 2020 എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുക, അവർക്ക് എങ്ങനെയാണ് അത്രയും സീറ്റുകൾ കൊടുക്കാൻ കഴിയുക എന്നൊക്കെ നമ്മൾ ചോദിച്ച അതേ കാര്യമുണ്ട് ഇയാൾ ചോദിക്കുന്നു. മീഡിയയോട് സംസാരിക്കുമ്പോൾ 19 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് 2020 സ്ഥാനാർത്ഥികളെ കിട്ടുക. പിന്നെ ഈ സാബു ജേക്കബ് മുഴുവൻ കാശ് വാങ്ങിയെന്നാണ് പറയുന്നത്. കേന്ദ്ര BJPയിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് സാബു ജേക്കബ് അത് അയാളുടെ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കൊണ്ടുപോയി. മാത്രമല്ല ഈ പരിപാടി മൊത്തം തന്നെ BJPയുടെ കൂടെ ചേരാൻ തന്നെ കാരണം ഹൈദരാബാദിലും ഒക്കെയുള്ള ഇയാളുടെ കമ്പനിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതുപോലെ ഇവിടെയും പല കേസുകളും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് നമ്മളെന്ന് അറിഞ്ഞില്ല. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് മുമ്പേ തന്നെ അറിയായിരുന്നു ഇത് എന്നാണ്. അതായത് മാർച്ചിലോ ഫെബ്രുവരിയിലോ അങ്ങാണ്ട് കത്തെഴുതിയിരുന്നു, രാജീവ് ചന്ദ്രശേഖറിന് കത്തെഴുതിയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ പറയുന്ന മനുഷ്യനാണ് അതേ ബാനറിൽ മത്സരിച്ച് ഈ രൂപത്തിലായി കഴിഞ്ഞതിന് ശേഷം വന്നത്. അപ്പോൾ എന്താണ് ഒരു ഇൻറ്റഗ്രിറ്റി? ഇങ്ങനെയുള്ള ഒരു മനുഷ്യരെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരിങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് എന്താ പറയുക, നമ്മളെ ഈ അങ്ങേയറ്റം നമ്മളെ തന്നെ നിരായുധരാക്കില്ല. നമുക്കങ്ങ് ലജ്ജ കൊണ്ട് നമ്മളങ്ങ് തളർന്നു പോവില്ലേ, അതുപോലൊരു അവസ്ഥയാണ് അയാളുടെയൊക്കെ സംസാരമൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ. ഈ പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ലൈറ്റ് വേർഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളാണ് പറയുന്നതൊക്കെ. എന്നിട്ട് അതാണ് അതിൽ തികഞ്ഞ വലത് പിന്നെ ആശയങ്ങളെ ഉള്ളൂ അയാൾ പറയുന്നതിന്. ഇപ്പോൾ നമുക്കൊരാളെ ഒരു ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു പുരോഗമനപരമായ എന്തെങ്കിലും ഒരു സാധനം അയാളിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് നമ്മൾ കാണില്ല. ഇത് അതല്ല, ഇത് സമ്പൂർണ്ണമായും അയാൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ കേരളീയ സമൂഹം എങ്ങനെ ഏറ്റവും മോശമായ ഒരു വലതുപക്ഷ ആശയങ്ങളിലേക്ക് പോകാമോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി നിൽക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ മാത്രമാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, വർഗീയവാദിയായ ഒരാളായിട്ട് എന്നാൽ പറയുന്നതോ മോദി അങ്ങേയറ്റത്തെ ആളാണ്, ഭയങ്കര വികസനം കൊണ്ടിരുന്നു. പക്ഷേ ആ വർഗീയവാദം മാത്രം എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ BJPയിൽ ചേരാത്തതെന്ന്. ഇതൊക്കെ വെളിവുള്ള ആളുകൾ. ഇപ്പം നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ജൻസി സമരത്തിൽ പങ്കെടുത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഈ എമ്മാതിരി പിന്നെ ബ്രൈറ്റായിട്ടുള്ള ചിന്തകളുള്ള ആളുകളാണ്. ഒന്ന് ആലോചിക്കുക, ചെറിയ കുട്ടികളാണല്ലോ, അവർ വളർന്ന ഒരു സാഹചര്യത്തിൽ അവർ ക്യാപ്ചർ ചെയ്യുന്ന സാധനങ്ങളൊന്ന് ചിന്തിക്കണം. പിന്നെ ആ ജൻസി സമരത്തിൽ പങ്കെടുത്ത ഒരു ചെറിയ കുട്ടിയോട് കേട്ടോ, BBC റിപ്പോർട്ടർ വാട്ട്സ് യുവർ നെയിം എന്ന് കുട്ടി ഒരു നിമിഷം ആലോചിക്കുന്നു, മുഹമ്മദ് ദീപക്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. അപ്പം മറ്റു കുട്ടികൾ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ സംഭവം ഈ കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയാണല്ലോ അതിങ്ങനെ വരുന്നത്. അപ്പോൾ അതുപോലെ ചിന്തിക്കാനും ഇതാക്കാനും കഴിയുന്ന പിള്ളേരുള്ളിടത്താണ് ഈ അഖിൽ മാരാരൊക്കെ ഇങ്ങനെ വന്ന ഓരോ പിന്നെ വർഗീയവാദിയാവാതെ വികസനത്തെ കൊണ്ട് ഞാൻ BJPയെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരങ്ങൾ എഴുന്നള്ളുക. അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം കൊണ്ട് മാത്രം പിന്നെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മളൊക്കെ ഒരു സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ ജീർണാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇന്ന്
ഇയാളുടെയൊക്കെ സംസാരം കൊണ്ട് ഉണ്ടാവുന്നുള്ള അത് അയാൾ വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അങ്ങേയറ്റം ഇയാൾക്ക് പോലും അത് ചെയ്യേണ്ടി വരുന്നു. കാരണം അതിനപ്പുറം അതിന് യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ഇയാൾ കൈക്കൊണ്ട രാഷ്ട്രീയത്തിനൊന്നും അതല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഈ സമൂഹത്തിൽ എന്തായാലും ഇല്ല. യെസ്, അത് തന്നെയാണ് പറയാനുള്ളത്. വളരെ ആത്മവിശ്വാസത്തോടെ മണ്ടത്തരം കാണിക്കുന്ന ഒരു യൂട്യൂബർ, അത്ര മാത്രമേ പറയാനുള്ളൂ.